കൊല്ലം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന്റെ വക്കോളം തർക്കമെത്തിയിട്ടുണ്ട്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ രാജ്, ഈ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ചാണല്ലോ ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്, അല്ലേ? ജിയോമാർ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതിന് പിന്നാലെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമത്തിനെതിരെയാണ് പ്രവർത്തകർ ചെറുത്തീർപ്പ് ആരംഭിച്ചത്. ഇപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കയറ്റിയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് റിയാസ് സീദർ അടക്കമുള്ളവർ വാഹനത്തിന് മുകൾക്കുള്ള പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. ഈ വാഹനം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വാഹനത്തിന് മുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാധ്യക്ഷൻ അടക്കമുള്ളവർ ഇപ്പോഴും നിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജൂരടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ നടക്കുന്നത്. ഈ കളക്ടറേറ്റ് വളപ്പിലേക്ക് ചാടിക്കിടക്കാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ തടഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഈ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 പ്രവർത്തകരെ മാത്രമാണ് അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് നീക്കാൻ പോലീസിന് കഴിഞ്ഞത്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നതും ഈ പ്രവർത്തകർ വാഹനത്തിന് മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും പോലീസിന് തുടർ നടപടികൾ, ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള വലിയ തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ACP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പ്രവർത്തകരുമായി സംസാരിച്ചെങ്കിലും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസ് വാഹനം തടഞ്ഞിട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കൊല്ലം കളക്ടറേറ്റിന്റെ സമീപത്ത് ഇപ്പോൾ സാക്ഷിയാകുന്നത്. മണിക്കൂറുകളായി ഈ റോഡടക്കം ഇപ്പോഴും ഈ നിശ്ചലാവസ്ഥയിൽ തന്നെയാണ്. ഈ പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമീപ സ്ഥലങ്ങളിൽ നടക്കം ഇവിടേക്ക് എത്തുന്നത്. പോലീസിന്റെ തുടർ നടപടികൾ, പോലീസിന് ഈ സ്ഥലത്ത് നിന്ന് പ്രവർത്തകരെ നീക്കുന്നതിനടക്കം തടസ്സം നേരിടുകയാണ്. ഇനി സമരം തീർക്കുന്നതിനാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയക്കണം എന്നുള്ളതാണ് ഈ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ട്. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത വാഹനം ഇപ്പോൾ അവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.